ഹായ്, ഇന്ന് ഹാഫ് കെ ജിയിൽ ഒരു ഹാർട്ട് ഷേപ്പിലെ സ്റ്റാൻഡിങ് കേക്കാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ മിൽക്കി കേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റാൻഡ് കേക്ക് ഡിസൈൻ ചെയ്യുന്നത് തന്നെ. എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരിന്ന് ഇതുപോലെ ചെയ്ത് നോക്കണം എന്ന്. എത്ര സെറ്റായി കിട്ടുമെന്ന് അറിയില്ല, നമുക്കിപ്പോൾ വേറെ ആർക്കും ചെയ്ത് കൊടുക്കാനും പറ്റില്ല. അങ്ങനെ അപ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ വന്നത്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കേക്കാണ് നമ്മുടെ മിൽക്കി കേക്കാണ്. അപ്പോൾ ഇതിൽ കൂടുതലും ഞാൻ നട്ട്സൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ചോക്ലേറ്റും കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ വിപ്പിംഗ് ക്രീമും ചേർത്തിട്ടൊക്കെയാണ് ഈ കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ഫൈനൽ കോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്ത് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ കട്ട് ചെയ്യണോ വേണ്ടേന്ന് അങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിതിൽ കുറച്ച് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുന്നു. സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇളകി വരില്ല എന്നൊരു വിശ്വാസത്തിന് പുറത്താണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് അങ്ങനെ ഇരുന്നോളുമല്ലോ, ചേർന്നിരിക്കും, മറിഞ്ഞു വരില്ല എന്നുള്ളൊരിതിലാണ് ചെയ്തത്. പിന്നെ ഇത് കൂടുതലും നമ്മുടെ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വേണം കൂടുതലിങ്ങനെ ചെയ്ത് കൊടുക്കാൻ. ഫുള്ള് കവർ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ഫിനിഷിങ് ചെയ്യാനായിട്ട് കുറച്ച് ഈസി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കുന്നത്. പിന്നെ ഒരു സിമ്പിൾ ഡെക്കറേഷൻ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വൈറ്റ് ആയിരുന്നപ്പോൾ എന്തെങ്കിലും ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ട് റെഡ് കളറിൽ സെറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം ലൈറ്റായിട്ട് കട്ട് ചെയ്ത ശേഷം അവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വേറൊരു ബോർഡ് എടുത്തിട്ട് അതിലും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതിനെ പതുക്കെ അങ്ങ് വെച്ചിട്ട് നമ്മുടെ ആ ബോർഡും നൈഫും ആയിട്ട് ഇങ്ങനെ വെച്ച് പതുക്കെ നൈഫൊക്കെ എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ നമ്മളവിടെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചു. പക്ഷേ ഇരിക്കുമെന്ന് ഞാൻ കരുതില്ല, പക്ഷേ അത് സ്റ്റാൻഡായിട്ടിരുന്നു. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് വയ്ക്കുമ്പോൾ അത് കുറച്ച് സ്റ്റിഫായിട്ടിരുന്നോളും. വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് തിക്കാവുന്ന സമയത്ത് ഇതും കൂടെ അങ്ങ് ചേർന്നിരിക്കും എന്നുള്ള ഇതിലാണ് ചെയ്തത്. പിന്നെ വീണ്ടും നമ്മൾ ഫുള്ളിങ്ങനെ കവർ ചെയ്ത് കൊടുത്തു. പിന്നെ വീണ്ടും നമ്മളിതിലോട്ട് പൈപ്പിംഗ് ബാഗിലോട്ട് കുറച്ച് വൈറ്റ് ക്രീം എടുത്ത് ഫുള്ളിങ്ങനെ അങ്ങനെ ആ ബാക്കി ഭാഗവും കൂടെ ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗിലായതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് പൈപ്പിംഗ് ബാഗ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് കുറച്ച് കഷ്ടമായിരിക്കും, നമ്മൾ ജോലി കുറച്ച് കൂടുതലായിരിക്കും, അത്രമാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ അതിൽ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഏത് ഡിസൈനാണോ അതേ ഡിസൈൻ തന്നെയാണ് നമ്മൾ ഈ സൈഡും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം ചെയ്യല്ലേ, അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. നമുക്കിപ്പോൾ ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതിന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഡിസൈൻ തന്നെ ഒന്നൊന്നുമില്ല. പിന്നെ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഡിസൈൻ മാത്രമേ ഞാനും ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇത് ചെയ്തു വന്നപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാൻഡിങ് ആയിട്ട് ഇരുന്നപ്പോഴേ ഒരു സമാധാനം കിട്ടി, കാരണം അത് വീഴില്ലല്ലോ. പിന്നും ചെറുതായിട്ട് മോള് വന്നിട്ട് ഇടയ്ക്ക് കൈ വെച്ചിങ്ങനെ കറക്കി കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവളെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വിട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു നമ്മുടെ സ്റ്റിക്ക് എടുത്തിട്ട് സ്റ്റിക്കിലാണ് ഞാൻ കുറച്ച് റോസ് ഫ്ലവറൊക്കെ ചെയ്യാറ് പൊതുവെ. എനിക്ക് അതിൽ പെട്ടെന്ന് കുറച്ച് റോസ് ഫ്ലവർ ചെയ്യാൻ കുറച്ച് ഈസി ആയിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് അവിടെ റോസ് ഫ്ലവർ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തെടുത്തു. പിന്നെ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടൊരു നമ്മുടെ നെയിമൊക്കെ എഴുതി കൊടുക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ എന്നും നെയിമൊക്കെ എഴുതി കൊടുത്ത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടൊരു വാട്ടർ പേപ്പറിൽ എഴുതി ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ നെയിമൊക്കെ. പിന്നെ അതിൻ്റെ മുകളിൽ കളറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ